ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രതീഷ് പരപ്പനങ്ങാടി. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഒരു വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണാം. നിർബന്ധമായിട്ട് ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മളെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്യല്ലേ? നമ്മൾ 10ാം ക്ലാസ് ആയാലും +2 ആയാലും നമ്മളെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്യല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് തെറ്റിക്കിടക്കുന്നുണ്ടാവും. ഒരുപാട് എനിക്കടക്കം തെറ്റിക്കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് അന്ന് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അറിയില്ല, അതേപോലത്തെ ഒരു കാർഡാണ് കിട്ടുന്നത്. ഇതിങ്ങനെ 5 വർഷം 3 വർഷം കൂടുമ്പോൾ പോയി പുതുക്കലാണ് സാധാരണ. ഇതിൽ തന്നെ ഡേറ്റ് ഉണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് തെറ്റിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇത് തെറ്റിക്കിടക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലാണ്. ഇനിയിപ്പോ ഒരു പേടിയും പേടിക്കേണ്ട. മെയ് 15-ാം തീയതി വരെ നമുക്ക് എത്ര വർഷം തെറ്റിയതായാലും നമുക്ക് പോയി പുതുക്കാനുള്ള അവസരം അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കാർഡ് നഷ്ടപ്പെട്ടവരുണ്ടോ? അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പൊ അവർക്കും കൂടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അവിടെ പോയി അപേക്ഷിക്കാം. 3 ദിവസം കഴിഞ്ഞാൽ ഈ കാർഡ് കിട്ടും. അതിനുള്ള സജ്ജീകരണം അവിടെ ഉണ്ട്. 1/1/2000 മുതൽ 31/10/2023 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് പരാമർശം 1 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ തുടർന്നും സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 1/1/1995 മുതൽ 31/12/2024 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് 1/2/2025 മുതൽ 15/5/2025 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി പുതുക്കുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടേജും അവിടുത്തെ അപ്ഡേറ്റൊക്കെയാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും ആദ്യം 31/12/2024 വരെ ഉള്ളായിരുന്നു. അപ്പോൾ അത് 15-ാം തീയതി മെയ് 15 വരെയും കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരിലേക്കും എത്തിക്കുക, മാക്സിമം എത്തിക്കുക. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കട്ടെ. താങ്ക് യു. രതീഷ് പരപ്പനങ്ങാടി.